മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? മെഡിക്കൽ സയൻസിന്റെ പഠനപ്രകാരം ഒരു മനുഷ്യന് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ജോലിയൊന്നുമല്ല. 10 ഗാലൻ വെള്ളവും 7 വാർസോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വരെ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കോട് വെള്ളടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുഴച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരമായി. ലബോറട്ടറിയുടെ പരീക്ഷണശാലകളിൽ കൃത്രിമമായ ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും അസംസ്കൃത വസ്തുക്കൾ മതി. ആയിക്കൊള്ളട്ടെ, എല്ലാ വിശാരദന്മാരും അവരുടെ ടേബുകളിൽ ഒരു മനുഷ്യന്റെ ബോഡി ഉണ്ടാക്കുക, കാലും കൈയുമുള്ള കണ്ണും കാതുമുള്ള ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കുക. പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ കൺവീലി ഒന്ന് വളരാൻ, കണ്ണൊന്ന് ഇമ വെട്ടാൻ, പല്ലൊന്ന് വളരാൻ, കാലൊന്ന് ചലിക്കാൻ, എഴുന്നേറ്റൊന്ന് നടക്കാൻ, നിങ്ങൾ സൃഷ്ടിച്ച വിരലിന്റെ നഖമൊന്ന് വളരാൻ അതിന്റെ ഉള്ളിൽ ഒരു ആത്മാവ് വേണ്ടേ? ആരാണ് കൊടുക്കുന്നത്? ഈ ശരീരത്തിൽ ഒരു ആത്മാവിനെ കൊടുക്കാൻ ആരെങ്കിലും അങ്ങയോട് ചോദിച്ചാൽ പറയൂ,